ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നൈക്കി എന്ന ഗ്ലോബൽ ബ്രാൻഡിന്റെ തുടക്കത്തിന് കാരണക്കാരനായ ഒരാളാണ് നമ്മുടെ കൂടി ഇന്നുള്ളത്. ഒനിറ്റ്സ്ക ടൈഗർ എന്നറിയപ്പെട്ടിരുന്ന A6ന്റെ നോവ ബ്ലാസ്റ്റ് 3. സംഭവം എന്താണെന്ന് നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. നയൻറ്റീൻ 47 ജപ്പാനിൽ കിച്ചറിയോ ഒനിറ്റ്സ്ക തുടങ്ങിയ ഒരു ബ്രാൻഡാണ് ഒനിറ്റ്സ്ക. ബാസ്കറ്റ്ബോൾ ഷൂസ് ഒക്കെ ആയിരുന്നു അവർ ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത്. അവരുടെ വളരെ ഫേമസ് ആയ ഒരു ഷൂ മോഡലാണ് ഒനിറ്റ്സ്ക ടൈഗർ കോർസെയർ. ആ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, എങ്കിലും ചിലർക്കൊക്കെ നൈക്കി കോട്സ് എന്ന പേര് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ നൈക്കിയുടെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ബിൽ ബോർമാനും ഫിൽ നൈറ്റും ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് ഈ ഒനിറ്റ്സ്ക ടൈഗർ കോർസെയറിനെ US കൊണ്ടുവന്ന് നൈക്കി കോട്സ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്ത് വിൽക്കുകയായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നീട് അവർ ഈ ഒനിറ്റ്സ്കയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഷൂ മാനുഫാക്ചറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് വേറെ കഥ. അത്തരത്തിൽ ഏതൊരു മാർക്കറ്റും കീഴടക്കാൻ സാധിക്കുന്ന ബിൽഡ് ക്വാളിറ്റി ഉള്ള ഷൂസ് ഒക്കെ ആയിരുന്നു ഒനിറ്റ്സ്ക അന്ന് നിർമ്മിച്ചിരുന്നത്. പിന്നീട് 1977 GTO എന്ന് പറയുന്ന ഒരു ബ്രാൻഡുമായി ഇവർ മെർജ് ചെയ്ത് A6 എന്ന പേരിലേക്ക് റീനെയിം ചെയ്യുകയായിരുന്നു. A6 എന്നും A6 എന്നും രണ്ട് പ്രൊണൗൺസിയേഷൻ ഉണ്ട്. അതിൽ എന്താണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് ശീലിച്ച A6 എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. A6ന്റെ ഈ ലോഗോയിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഒനിറ്റ്സ്ക ടൈഗറിന് വേണ്ടി ഡിസൈൻ ചെയ്ത ടൈഗർ ക്ലോസിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഡിസൈനാണ് അല്ലെങ്കിൽ ലോഗോ ആണെന്നാണ് പറയുന്നത്. A6 സ്ട്രൈപ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ ഇതെങ്ങനെ നോക്കിയിട്ടും ടൈഗർ ക്ലോസ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് ടൈഗർ മാന്തി പറിച്ചു വെച്ച പോലെയൊക്കെയാണ്. 1986 ആദ്യമായി ജെൽ കുഷൻ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി AI ഒരു ഷൂവിന്റെ മിഡ്സോൾ കംപ്ലീറ്റ് ആയി ഡിസൈൻ ചെയ്യുന്നതും A6ന്റെ മെറ്റാറൈഡ് എന്ന് പറയുന്ന ഒരു ഷൂവിന് വേണ്ടിയാണ്. അത്തരത്തിൽ ഒരുപാട് ഇന്നോവേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള A6ന്റെ നോവ ബ്ലാസ്റ്റ് 3 നമുക്കൊന്ന് അടുത്ത് കാണാം. സംഭവം കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. മെയ്ഡ് ഫോർ മാക്സിമൽ ബൗൺസ് ആൻഡ് റെസ്പോൺസീവ്നെസ് എന്നാണ് നോവ ബ്ലാസ്റ്റ് 3നെ പറ്റി A6 പറയുന്നത്. ഇതിന്റെ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഇതിന്റെ ബോട്ടം സോളിൽ വരുന്നത് AHAR റബ്ബർ മെറ്റീരിയലാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു റബ്ബർ മെറ്റീരിയലാണ് ഇത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ മിഡ്സോളിലെ ഫോമും എക്സ്പോസ് ആയിട്ടുണ്ട്. മിഡ്സോളിലേക്ക് വരുമ്പോൾ FF ബ്ലാസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു കുഷനിങ് ടെക്നോളജിയാണ് A6 ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബൗൺസിങ് തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ എനർജി റിട്ടേൺ കിട്ടുന്ന ഒരു കുഷനിങ് ടെക്നോളജിയാണിത്. അത്യാവശ്യം നല്ല തിക്കുമാണ് കേട്ടോ. എല്ലാ സൈഡിൽ നോക്കിയാലും മിഡ്സോൾ ശരിക്കും കാണാൻ പാകത്തിന് നല്ല സൈസിലാണ് നിൽക്കുന്നത്. അപ്പറിലേക്ക് വരുമ്പോൾ ഇതൊരു എഞ്ചിനീയർഡ് മെഷ് അപ്പർ മെറ്റീരിയലാണ്. അത് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു അപ്പറുമാണ്. പിന്നെ ഇതിന്റെ ടങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒരു കട്ട് ചെയ്താണ് ഈ ടങ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കാലിലൊട്ടും ഇടിച്ചു നിൽക്കാത്ത രീതിയിലും കാലിനൊട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലും ഒരു കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലേസിംഗ് മെക്കാനിസമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇൻസോളിലേക്ക് വരുമ്പോൾ ഒട്ടും ഓവർലി കുഷൻഡ് അല്ല, വളരെ തിന്നായിട്ടുള്ള ഒരു ഇൻസോളാണ് നോവ ബ്ലാസ്റ്റ് 3ക്ക് A6 കൊടുത്തിരിക്കുന്നത്. ഈ ഷൂവിന്റെ ഫിറ്റിലേക്ക് വരുമ്പോൾ ട്രൂ ടു സൈസ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം ലെങ്ത് വൈസ് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും ടോയ് ഏരിയയിലെ വിഡ്ത്ത് ആണെങ്കിലും എല്ലാം കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വെയിറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എക്സാക്ട്ലി 253 grams മാത്രമാണ് ഈ ഷൂവിന്റെ വെയിറ്റ് വരുന്നത്. ചിലപ്പോൾ സൈസിനനുസരിച്ച് ചിലപ്പോൾ മാറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും 253 gram എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അങ്ങനെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഈ നോവ ബ്ലാസ്റ്റ് 3 ഷൂവിന്റെ വിലയും കൂടെ പറഞ്ഞ് നമുക്കങ്ങ് അവസാനിപ്പിക്കാം അല്ലേ. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് £230, അതായത് ഏകദേശം ഒരു 25,000-26,000 രൂപ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.